ഈ ഭജൻ സ്റ്റൈലിലേക്ക് നിങ്ങൾ എങ്ങനെയാണ് ഈ രാഗം, റിതം, പാറ്റേൺസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ പാട്ടുകളിൽ? ഫസ്റ്റ് പാട്ടാണ് നമ്മൾ കൂടുതലും, അതായത് നമുക്കിഷ്ടമുള്ള, നമുക്ക് പാട്ട് ഇഷ്ടപ്പെടണം. നമ്മൾ പാടുമ്പോൾ അത് നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആൾക്കാരും ഇഷ്ടപ്പെടും നിങ്ങൾ എന്നുള്ള ഒരു പാട്ട് thinking ആണ്. പഠിച്ചിട്ടുണ്ടോ ശാസ്ത്രീയമായിട്ട്? ഞാൻ ക്ലാസിക്കൽ പഠിച്ചിട്ടുണ്ട്, ക്ലാസിക്കൽ കർണാടക പഠിച്ചിട്ടുണ്ട്. ഓക്കെ. 12 കൊല്ലം പഠിച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ പക്ഷേ എന്നാലും കർണാട്ടിക് ഞാൻ പെർഫോമൻസ് സ്റ്റേജിൽ ചെയ്തേക്കുന്നത് വളരെ ചുരുക്കമേ ഉള്ളൂ. ഞാൻ പാടിയേക്കുന്നത് മുഴുവനും ഒരു 3000-4000 സ്റ്റേജസ് ആയിട്ട് ഭജൻ തന്നെ ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചോദിച്ചത് എങ്ങനെ ഇത് കൊണ്ടുവരുന്നതെന്നുള്ളതല്ലേ. അതെ. ഇതൊരു ഗ്രൂപ്പായിട്ടുള്ള ഡിസിഷൻസ് ആയിരിക്കും പലപ്പോഴും. ചിലപ്പോൾ നമുക്കൊരു പല പാട്ടുകളും നമുക്ക് കിട്ടുന്നത് വെറുതെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴത്തേനും, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഇന്നോവേഷൻസ് എനിക്ക് വരുന്നത്. നമുക്കപ്പോഴത്തേനും കുറേ ഒരു ചുമ്മാ മൂളി പാടുന്നത് നമ്മൾ മിക്കവാറും കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മൂളി പാട്ടുമ്പോഴത്തേനും അപ്പോൾ വേറൊരു പാട്ടോടെ വന്ന് ചേരും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അപ്പോൾ നമ്മൾ ഈ മെഡ്ലികൾ, ഒരു പല പാട്ടുകൾ തമ്മിലുള്ള കോമ്പിനേഷൻസ് ഉണ്ടാക്കിയേക്കുന്നത് അങ്ങനെയുള്ള സമയത്ത്, അതിനുശേഷം പിന്നെ നമ്മളെ കൂട്ടത്തിലുള്ള ആൾക്കാർ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരിക്കുന്ന സമയത്ത് ഒരു കോൺട്രിബ്യൂഷൻ ചിലപ്പോൾ നമ്മളെ ജയകൃഷ്ണൻ വയലിനിസ്റ്റിൻ്റെ കയ്യിൽ നിന്നായിരിക്കും വരുന്നത്. ഇപ്പോൾ കാതലെ എന്നുള്ള സാധനമൊക്കെ ഞങ്ങൾ അതിൻ്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്തത് വളരെ യാദൃശികമായിട്ട് ചുമ്മാ വെറുതെ പ്രാക്ടീസ് സെഷൻസിൽ ഞങ്ങൾ ഇരിക്കുന്ന സമയത്ത് വന്നു ചേർന്നൊരു രസമായിരുന്നു. അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ പണ്ട് രാഗങ്ങൾ ചേഞ്ച് ചെയ്യാൻ പാടില്ല, ഒരേ രാഗത്തിൻ്റെ തന്നെ ഫ്ലോ വേണം. പക്ഷെ ഞങ്ങൾ പല രാഗങ്ങൾ ഒരു പാട്ടിൽ മിക്സ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്കിതിനകത്ത് ഭജനയുടെ കാര്യം അതാണ്, നമുക്ക് സ്വാതന്ത്ര്യം. നമുക്ക് കർണാടകത്തിൻ്റെ അകത്താണ് നമുക്ക് സ്വാതന്ത്ര്യക്കുറവ്, നമ്മുടെ റെസ്ട്രിക്ഷൻസ്, നമ്മൾ അത്രയും നമ്മുടെ ചിട്ടയിൽ അങ്ങനെ മാത്രമേ പോകാൻ പാടുള്ളൂ. ഭജന എന്ന് പറഞ്ഞാൽ നമ്മൾ എൻജോയ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് വൃത്തികേടല്ലാതാക്കുന്ന എന്തും നമുക്ക് അതിൻ്റെ അകത്ത് ചെയ്യാം. അപ്പോൾ അരോചകമല്ലാത്ത നമുക്ക് എന്തും അതിൻ്റെ അകത്ത് ചെയ്യാം. അത് അങ്ങനെ. പിന്നെ ചില പർട്ടിക്കുലർ രാഗങ്ങൾ ആളുകളെ കൂടുതലായിട്ട് എന്റർടൈൻ ചെയ്യിപ്പിക്കുന്നതാണല്ലോ. ചില രാഗങ്ങൾ ചിലപ്പം ആളുകൾക്ക് അത്രയ്ക്ക്, അത് നമുക്ക് ആ ഓഡിയൻസിന്റെ ആ ഒരു റെസ്പോൺസ് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും. കുറച്ച് ഞങ്ങൾ സെലക്ട് ചെയ്യുന്ന രാഗങ്ങൾ കുറച്ച് പ്ലസൻ്റ് ആയിട്ടുള്ള രാഗങ്ങളായിരിക്കും ഞങ്ങൾ കൂടുതൽ. കാര്യം നമ്മൾ ഈ ഇപ്പം പന്തൂരാളി പോലുള്ള രാഗങ്ങളൊക്കെ ഞങ്ങൾ വളരെ കുറച്ച് എടുക്കാറുള്ളൂ. കാര്യം വെറുതെ സാഡാക്കി പോകും. അപ്പോൾ ഞങ്ങൾ ശ്രീരാഗം, മധ്യമാവധി, അല്ലെന്നുണ്ടെങ്കിൽ രീതി ഗൗള, അങ്ങനെയുള്ള രാഗങ്ങൾ സെലക്ട് ചെയ്യുമ്പോഴത്തേനും അപ്പോൾ അതിൻ്റെ അകത്തൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരും ആ പാട്ട് പാടുമ്പോഴേ ആൾക്കാർക്ക് ആ പ്ലസൻനെസ് ഓട്ടോമാറ്റിക്കലി കിട്ടും. അപ്പം അത് പ്ലാൻഡ് ആയിട്ട് ചൂസ് ചെയ്യുന്നൊന്നുമല്ല, പക്ഷേ നമ്മൾ പല പാട്ടുകൾ നമുക്ക് ഇഷ്ടമുള്ള നമ്മൾ ചൂസ് ചെയ്ത് വരുമ്പോഴത്തേനും അങ്ങനെയുള്ള പാട്ടുകൾ, അങ്ങനെയുള്ളെങ്കിൽ പ്ലസൻറ്റ് രാഗങ്ങളായിരിക്കും. അപ്പം ഞങ്ങൾ ആസ് എ ഗ്യാങ് എല്ലാവരും ഭയങ്കര ഒരു ജോളി ടീമുകളാണ് മൊത്തം. അപ്പോൾ നമുക്ക് ഈ ഒരു സാഡ് കാര്യങ്ങളൊന്നും അത്ര വലിയൊരു താല്പര്യം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ പാട്ടുകൾ നമ്മൾ അത്രയും ശ്രദ്ധിക്കാറില്ല. പണ്ട് കുറച്ച് പാട്ടുകൾ, ഇരുമുടി സുമന്ത് എന്നുള്ളൊരു പാട്ടൊക്കെ ഉണ്ട്, അത് ശുഭപന്തുരാളിയാണ്. പാട്ടൊക്കെ അസാധ്യ പാട്ടാണ്. ഞങ്ങൾ വളരെ കുറച്ച് വേദികളിലേ പാടിയുള്ളൂ. വീണ്ടും പിന്നെ അത് പാടാനായിട്ട് നമുക്ക് തന്നെ ഒരു തോന്നുന്നില്ല. ആൾക്കാർ വെറുതെ നമ്മൾ തന്നെ സാഡാക്കുന്നത്. അത്ര നേരം ആക്റ്റീവ് ആയിരുന്ന ആൾക്കാർ ഒന്ന് റിലാക്സ്ഡ് ആവുമായിരിക്കും ആ സമയത്ത്, അല്ല അതായത് വെറുതെ ഇരിക്കും അല്ലേ. നിങ്ങൾ ഈ ഒരു കോസ്റ്റ്യൂമിൽ പതിവ് ആൾക്കാർ അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല. എപ്പോഴും നിങ്ങൾ ഒരു ട്രഡീഷണൽ അറ്റയർ പ്രോഗ്രാംസിന് ചന്ദനക്കുറിയൊക്കെ തൊട്ട് ആ രീതിയിലല്ലേ കൂടുതലും വീഡിയോകളാണെങ്കിലും കൂടുതലും കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ ഇങ്ങനെ ഇപ്പം ആളുകൾ എന്തായാലും സ്വാഭാവികമായിട്ട് ഇപ്പം പുറത്തൊക്കെ ട്രാവൽ ചെയ്യുമ്പോഴും ഇറങ്ങുമ്പോഴൊക്കെ ഐഡന്റിഫൈ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവുമല്ലോ. ഇപ്പോൾ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ മനസ്സിലാവും. ഇപ്പം അത്യാവശ്യം ഇന്നലെ ഒരാൾ 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ട് എയർപോർട്ടിൽ വെച്ചിട്ട് പാസ് ചെയ്തിട്ട് അവസാനം വന്നിട്ട് ഇത് നിങ്ങൾ തന്നെയല്ലേ ഞാൻ പറഞ്ഞത് ഞാൻ തന്നെയാണ്. എൻ്റെ ടാറ്റു കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. അതുപോലെ പുള്ളി ഉറപ്പിക്കാൻ വേണ്ടി 2-3 കാര്യങ്ങൾ നോക്കി. ഇപ്പൊ കയ്യിൽ ഇത് കണ്ടപ്പോൾ മനസ്സിലായി. കമ്മലുണ്ട് അത് കണ്ടപ്പോൾ ഓക്കെ അപ്പോൾ ആള് തന്നെയാണ്. കാര്യം ഇവര് കാണുന്നില്ലല്ലോ, എന്നെ കാണുന്നത് കൂടുതൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ മുണ്ടിലും ഷർട്ടിലൊക്കെ ആണല്ലോ, ചന്ദനക്കുറിയൊക്കെ തൊട്ട് ആ ഒരു രീതിയിലാണല്ലോ. ആ ഒരു ഡ്രസ്സിങ് പാറ്റേൺ ഇതിൻ്റെ ഒരു വലിയൊരു ഫാക്ടറാണ്, മെയിൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ് നമ്മുടെ അപ്പിയറൻസ് അല്ലേ. അപ്പോൾ അത് നിങ്ങൾ ആ ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാറുണ്ട് മാക്സിമം അല്ലേ? ഭജൻ കണക്കിൽ ഞങ്ങളെല്ലാം എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേകതകൾ ഞങ്ങളത് ആൾക്കാർക്ക് കൊടുക്കണം എന്നുള്ള ഒരു തിങ്കിങ് എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ പ്രോഗ്രാമിന് അരവിന്ദ്, നമ്മളുടെ ഏഷ്യാനെറ്റ് ടൈറ്റിൽ വിന്നർ ആയിട്ടുള്ള അരവിന്ദ് ഞങ്ങളുടെ കൂട്ടത്തിൽ കൂടിയപ്പോഴും അതൊരു ആൾക്കാർക്ക് പെട്ടെന്നൊരു രസമായി. അപ്പം അരവിന്ദിനും നമ്മളെ ഒരു ഓവറോൾ ആ ഒരു ഭജൻ കണക്റ്റിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് അറിയണമെന്ന് ആഗ്രഹമുണ്ടെന്നത് പറയും. അപ്പോൾ നിങ്ങൾ പുതിയതായിട്ട് എന്തെങ്കിലും ഇതുപോലെ കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്ത് കൊണ്ടുവരുന്നുണ്ടോ, അതോ ഈ ഒരു പാറ്റേണിലൊക്കെ പോവാണോ? ഈ കോസ്റ്റ്യൂംസ് എൻ്റെ ഭാര്യ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ശരി. ഭാര്യ എന്ത് ചെയ്താൽ അതിനെ പറ്റി ചോദിച്ചില്ല, ഫാമിലിയെ പറ്റി പറയൂ. ലൈക്ക് നിങ്ങൾ ദുബായിൽ ജോലി ചെയ്യുന്നു എന്ന് പറഞ്ഞു, എന്താണ് ശരിക്കും പ്രൊഫഷൻ? ഞാനൊരു FMCG ഫേമിലാണ്, ഒരു ജനറൽ മിൽസ് എന്നുള്ളൊരു US കമ്പനിയാണ്. അതിൻ്റെ ഞാൻ UAE സെയിൽസ് ഹെഡ് ചെയ്യുന്ന ഞാനാണ്. എത്ര വർഷമായിട്ട്? ജനറൽ മിൽസിൽ 7 വർഷമായിട്ട്. അതിന് മുന്നേ ഒരു 4-5 ഇപ്പം UAE ഏകദേശം 14 years ആയി. അതിന് മുന്നേ റെക്കിറ്റ് ബംഗീസർ എന്ന് പറയും, ഡെറ്റോളിൻ്റെ കമ്പനി ഉണ്ടല്ലോ.
അവിടെയായിരുന്നു. അവിടെ സെയിൽസ് അനലിസ്റ്റ്, ഷോപ്പർ മാർക്കറ്റിംഗ്, അങ്ങനെ മൾട്ടിപ്പിൾ റോൾസ് ചെയ്തതിന് ശേഷമാണ് ജനറൽ മിൽസിൽ ഞാൻ ഒമാൻ, ബഹ്റിൻ, ജോർഡൻ അങ്ങനെ മൾട്ടിപ്പിൾ കൺട്രീസ് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ലാസ്റ്റ് ഒരു 3-4 ഇയേഴ്സ് ആയിട്ട് UAE ആണ്